ഒരുക്കങ്ങളായിരിക്കുന്നു. തന്ത്രി മഹേഷ് കണ്ഠരര് മോഹൻര്, അതുപോലെ തന്നെ മേൽശാന്തി അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ ശ്രീകോവിലിനെ വരംവെച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് കയറുകയാണ്. അതായത് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ഭക്തരെ, നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലും ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് കരുതപ്പെടുന്ന ആൾക്കാരാണ് ഭക്തന്മാർ. അല്പസമയത്തിനുള്ളിൽ തന്നെ, ഏതാണ്ട് നിമിഷങ്ങൾ മാത്രമാണ്, കുടിമരച്ചോട് കഴിഞ്ഞ് നേരെ ആദിമൂല ഗണപതിയെയും വണങ്ങി നേരെ അവർ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തും. ആ ശ്രീകോവിൽ നട തുറക്കും. അങ്ങനെ ശ്രീകോവിൽ നട തുറന്ന് പ്രത്യേക വിശേഷ നട തുറക്കുന്ന മണിനാദം അല്പസമയത്തിനകം പ്രേക്ഷകർക്ക് കേൾക്കാൻ കഴിയും. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഇതാ മാതൃഭൂമി ന്യൂസിലൂടെ ആ ശുഭമുഹൂർത്തം, മകരസംക്രമ പൂജകൾക്ക് വേണ്ടി ശബരിമല തിരുനട, ആ പൊന്നും നട തുറക്കുന്ന ആ ശുഭമുഹൂർത്തം, ആ മണിനാദം ഇപ്പോൾ കേൾക്കാൻ കഴിയും. അയ്യപ്പ സന്നിധിയിൽ വരാത്തവർക്ക് അയ്യപ്പസ്വാമിയുടെ ആ അനുഗ്രഹാശിസുകൾ ഞങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളുടെ കാതുകളിലേക്ക് വരട്ടെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് പതിക്കട്ടെ. നിങ്ങൾക്ക് ആ ചൈതന്യം ഞങ്ങളുടെ വാക്കുകളിലൂടെ, ഈ സന്നിധാനത്ത് നിന്ന് ഞങ്ങൾ പകരുന്ന ഈ വാക്കുകളിലൂടെ നിങ്ങളുടെ ആ ചൈതന്യം നിങ്ങളിലേക്ക് പകരാൻ കഴിയട്ടെ. ആ ദൃശ്യങ്ങളാണ് കാണാൻ പോകുന്നത്. ആ ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. മകരസംക്രമ പൂജയ്ക്ക് വേണ്ടി ആ പൊന്നയ്യപ്പന്റെ, വില്ലാളി വീരനായിട്ടുള്ള, വീരമണികണ്ഠനായിട്ടുള്ള ആ അയ്യപ്പന്റെ ശ്രീകോവിൽ നട തുറക്കാൻ പോവുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രമല്ലാതെ എന്ത് ഇവിടെ നിന്ന് മുഴക്കാൻ സാധിക്കും? സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങളോടുകൂടി ആ മേൽശാന്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരിക്കും. അതെ, തീർച്ചയായിട്ടും. 3 മണിനാദം